ഗൈസ് കുറേ ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു മധുഹൂത്ത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ടായില്ല, പക്ഷെ ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം ഒരു യമനി റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി മധുഹൂത്ത് കിട്ടുന്നുണ്ട്, അത് ട്രൈ ചെയ്യാൻ വന്നതാണ്. സോ കം ലെറ്റ്സ് ട്രൈ. നമുക്ക് ഈ സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഇവിടെ ഉള്ളൊരു ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഒരു ചേട്ടനാണ്. ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ വന്നിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ എത്തിയപ്പം അവിടെ ടേബിൾ സെറ്റപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ മജ്ലീസും ഉണ്ടായിരുന്നു. നമ്മൾ ടേബിളാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയി ആദ്യം ബില്ല് പേ ചെയ്തിട്ട് ഏത് റൂമാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവിടേക്ക് അവർ ഫുഡ് കൊണ്ടുവന്ന് സെർവ് ചെയ്യുക, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഈ മധുഹൂത്ത് അല്ലാണ്ട് മന്തിയും അതേപോലെ സുർബിയാനും ഉണ്ടായിരുന്നു. നമ്മളും മധുഹൂത്ത് കഴിക്കാൻ വന്നതാണല്ലോ, അപ്പോൾ അത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കൊണ്ടുപോയി തന്നപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഒന്നാമത് തീരെ ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കഴിച്ചപ്പോഴാണെങ്കിലും എക്സ്പെക്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഒരു വസ്തുരും പറ്റാത്ത മധുഹൂത്ത്. ഇതുവരെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറയേണ്ടി വന്നില്ല. അത്രയും ഫ്ലോപ്പ് ഫുഡായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് അതിൻ്റെ കൂടെയുള്ള സോസ് നന്നായിട്ട് കൂട്ടിയിട്ട് കഴിച്ചോക്കാന്ന്. അത് കൂട്ടി കഴിച്ചപ്പോഴാണ് അതിലും വലിയ അവസ്ഥ, പച്ച ചുവയ്ക്കുന്ന പോലെ. എങ്ങനെയോ നമ്മളത് കഴിച്ച് തീർക്കാൻ പാണി വെട്ട്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണല്ലോ എന്ന് വെച്ചിട്ട് കഷ്ടപ്പെട്ട് പച്ചനത്രയും തിന്നിട്ടാണ് പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഗൈസ് ആദ്യമായിട്ടാണ് ഒരു ഫ്ലോപ്പായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഫ്ലോപ്പായി. അപ്പോൾ ഈ നാട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗൈസ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കല്ലേ.